പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യാ ചരിത്രത്തില് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത് ദേശീയ പ്രസ്ഥാനത്തെ പ്രധാന വിപ്ലവകാരികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് ബംഗാൾ പ്രദേശത്ത് രൂപം കൊണ്ട വിപ്ലവ പ്രസ്ഥാനങ്ങളും വിപ്ലവകാരികളും അല്ലെ? ബിപിൻ ചന്ദ്രപാലും, സി.ആർ. ദാസും, ചിത്തരഞ്ജൻ ദാസും അല്ലെ? പിന്നെ സുരേന്ദ്രനാഥ് ബാനർജിയും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ പ്രവർത്തകരായ ചന്ദ്രശേഖർ ആസാദും സൂര്യസെന്നും പിടിച്ചുറപ്പിച്ചു. പ്രശസ്ത ബംഗാളിലെ വിപ്ലവകാരിയായ സി.ആർ. ദാസ്, ചിത്തരഞ്ജൻ ദാസ്, ബംഗാൾ രാഷ്ട്രീയത്തിൽ കീഴടക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്ന കൽക്കട്ട കോർപ്പറേഷന്റെ ആദ്യത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ചിത്തരഞ്ജൻ ദാസിന്റെ രാഷ്ട്രീയ ശിഷ്യനാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുക. ചിത്തരഞ്ജൻ ദാസ് തുടക്കം കുറിച്ച ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഫോർവേഡ്. അതിന്റെ തുടർച്ചയെന്നുള്ള ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ആ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കുക. സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ധീരദേശാഭിമാനി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ്. അതിൽ കുറച്ചധികം പഠിക്കാനുണ്ട്. 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചുറപ്പിക്കും. അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സുഭാഷ് ചന്ദ്രബോസിന്. ആരംഭിക്കാം. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി മാസം 23-ാം തീയതി. ആ ജനുവരി 23-നെ ദേശസ്നേഹ ദിനമെന്നും ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സായുധ ആക്രമണത്തിലൂടെ പോരാടിയതുകൊണ്ട് പരാക്രം ദിവസ് എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ ജനുവരി 23-ന്റെ പ്രത്യേകത എന്താണ്? ദേശസ്നേഹ ദിനമെന്നും പരാക്രം ദിവസം എന്നും അറിയപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് ഒഡീഷയിലെ കട്ടക്ക് എന്ന സ്ഥലം. 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. സിവിൽ സർവീസിൽ നിന്നും 1921 രാജിവെക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്തായിരിക്കാം കാരണം? 1920-21 കാലഘട്ടത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ആശയപ്രചരണം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു? 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ വ്യക്തിത്വമാണ് സുഭാഷ് ചന്ദ്രബോസ്. ആ കാലഘട്ടത്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താരംഭിക്കുക? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുക. ആ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന്റെ ഫലമായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു, ബ്രിട്ടീഷ് ജോലി രാജിവെക്കുക. ബ്രിട്ടീഷുകാരുമായി യാതൊരു സഹകരണവും പാടില്ല. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നേടുന്നവര് അത് ഒഴിവാക്കുക. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സിവിൽ സർവീസിൽ നിന്ന് രാജിവെക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഒടുവില് ചൗരിചൗര സംഭവത്തിന്റെ പേരില ചൗരിചൗര സംഭവത്തിന്റെ പേരിൽ എന്ത് സംഭവിച്ചു? യെസ്, ഗാന്ധിജി 1922 ഫെബ്രുവരി മാസം 12-ാം തീയതി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും സിവിൽ സർവീസ് പരീക്ഷ രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സുഭാഷ് ചന്ദ്രബോസിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. അക്കാലഘട്ടത്ത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെതിരെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുകൂടയായ സി.ആർ. ദാസ് 1922 ഗയാ സമ്മേളനത്തിൽ എന്ത് ചെയ്യാൻ പറയുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു സ്വരാജ് പാർട്ടി രൂപീകരിക്കാമെന്ന് പറയുന്നു. ഗാന്ധിജിയുടെ അനുകൂലികൾ അതിനെ എതിർത്തു. ഒടുവിൽ അതും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് പാസ്സായില്ല. അതുകൊണ്ട് സി.ആർ. ദാസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജിവെക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അല്ലെ? അപ്പൊ ഒന്ന് ചിന്തിച്ചേ. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി, സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം, നിസ്സഹകരണ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തിത്വമാണ്. പെട്ടെന്ന് ചൗരിചൗര സംഭവത്തിന്റെ പേരിൽ ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന, ഉത്തർപ്രദേശ് പ്രൊവിൻസിലെ ബീഹാർ എന്ന ഗ്രാമത്തിൽ വെച്ച് നടന്ന ഒരു സംഭവം, ചെറിയൊരു സംഭവത്തിന്റെ പേരിൽ ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല? സുഭാഷ് ചന്ദ്രബോസ്. 1927 ബംഗാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് മാറി. ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതാണ് ബംഗാൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി. 1927 ബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു സി.ആർ. ദാസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? അത് വീണ്ടും ഇവിടെ കൂട്ടിച്ചേർത്തു. 1930 കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചു. എന്തായിരുന്നു ഈ കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രത്യേകത? കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചതായിരുന്നു കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി. ഏത് വർഷം?
1930. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് തുടക്കം കുറിച്ചത് ജയപ്രകാശ് നാരായണനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ, അതായത് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് ജയപ്രകാശ് നാരായണനായിരുന്നു. ഇവിടെ 1930 കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഇത് വർഷം 1930. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ജനിച്ചത് 1897 ജനുവരി 23. ജനുവരി 23 ഇന്ത്യ ഗവൺമെന്റ് നമ്മള് ദേശീയ സ്നേഹ ദിനമെന്നും പരാക്രമ ദിവസം കണക്കാക്കുന്നു. ജനിച്ചത് കട്ടക്കിലെ, ഒഡീഷയിലെ കട്ടക്കിലാണ്. 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. 1921 നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്ത് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. 1927 ബംഗാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുമായി നിയമിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. 1930 കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചു. കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുക. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി മാറി. പക്ഷെ ആ ഒരു ത്രിപുര സമ്മേളനത്തിൽ ഒരു സംഭവം കൂടെ ഉണ്ടായി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച പട്ടാഭി സീതാരാമയ്യെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം പ്രസിഡന്റായിട്ട് മാറിയത്. അങ്ങനെയായപ്പോൾ ഗാന്ധിജി അനുകൂലിക്കുന്ന ഒരു വിഭാഗം അംഗങ്ങൾ ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ അനുകൂലിക്കുന്ന രണ്ടാമതൊരു വിഭാഗം. തന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗ്രൂപ്പിസത്തിന് തുടക്കം കുറിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചുവെങ്കിലും അദ്ദേഹം ആ വർഷം തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷനായി. ഗാന്ധിജിയുടെ നോമിനിയായി പിന്തുണയോടുകൂടി മത്സരിച്ച പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി. തന്റെ പേരിൽ കോൺഗ്രസ് വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങുമെന്നൊരു സാഹചര്യം ഉണ്ടായി, ഗ്രൂപ്പിസത്തിന് വഴിവെക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? 1939 കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും തുടർന്ന് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? മനസ്സിലുണ്ടാവണം, ഫോർവേഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് CR ദാസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിച്ചത് CR ദാസിന്റെ രാഷ്ട്രീയ ശിഷ്യനായ ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. രാഷ്ട്രഗുരു CR ദാസ് ആണ്. 1930 കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചു, കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷനായി. തുടർന്ന് 1939 മധ്യപ്രദേശിൽ നടന്ന അടുത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായി മാറി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ത്രിപുര സമ്മേളനത്തിൽ അധ്യക്ഷനായത്. പക്ഷേ തന്റെ പേരിൽ മറ്റൊരു വിഭജനം INC-യിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 1939 തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ഫാക്ട് കൂടെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തുടർച്ചയായ സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. 1907 1908 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തുടർച്ചയായ സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ രണ്ടാമത്തെ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ആദ്യ വ്യക്തി എന്ന് പഠിച്ചു കളയരുത്. ആദ്യ വ്യക്തി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷാണെന്ന് മനസ്സിലുണ്ടാവും കേട്ടോ. നമ്മൾ ഇന്റർനാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ അതൊക്കെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് പറയുന്നു, 1941 മാർച്ച് മാസം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. എന്തുകൊണ്ടാ? ഇദ്ദേഹം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങും എന്ന ഭീതി കൊണ്ട്. വീട്ടുതടങ്കലിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ട് പെഷവാറിലേക്ക് പോയി. ആ സമയത്ത് ഒളിച്ചല്ലേ പോകുന്നേ, രക്ഷപ്പെട്ട് പോവാ. ആ സമയത്ത് ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന പേരാണ് മൗലവി സിയാദിൽ. ഓക്കെ, അപ്പൊ 1941 മാർച്ച് മാസം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി.
വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട പെഷവാറിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ സ്വീകരിച്ചിരുന്ന പേരായിരുന്നു മൗലവി സിയാദിൽ. ഒളിവ് യാത്രകളില് സ്വീകരിച്ചിരുന്ന മറ്റൊരു പേരായിരുന്നു സിഞ്ഞോർ ഓർലാൻഡോ മസോട്ട. ഒളിവ് യാത്രകളില് പെഷവാറിൽ നിന്ന് ഇദ്ദേഹം വീണ്ടും ഒളിച്ച് എങ്ങോട്ട് പോവാണ്? സോവിയറ്റ് യൂണിയനിലേക്ക് കിടങ്ങാണ് കേട്ടോ. അപ്പൊ സോവിയറ്റ് യൂണിയനിലേക്ക് കിടക്കുന്ന വേളയിൽ ഇദ്ദേഹം ഒളിവ് യാത്രകളിൽ സ്വീകരിച്ചിരുന്ന പേരായിരുന്നു സിഞ്ഞോർ ഓർലാൻഡോ മസോട്ട. ബോസ് സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നു. സോവിയറ്റ് യൂണിയനിലേക്ക്, അതായത് ഇന്നത്തെ റഷ്യയിലേക്ക് എത്തിച്ചേർന്നു. പെഷവാറിൽ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്കാണ് പോവുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. 1941 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് പെഷവാറിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ സ്വീകരിച്ചിരുന്ന പേര് മൗലവി സിയാദ്. തുടർന്ന് ഒളിവ് യാത്രകളിൽ ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന പേരായിരുന്നു സിഞ്ഞോർ ഓർലാൻഡോ മസോട്ട. ബോസ് തുടർന്ന് ഈ സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നു. അവിടെ നിന്ന് 1941 ജർമ്മനിയിലെത്തി. 1941 ജർമ്മനിയിലെത്തി. 1943 ദക്ഷിണ പൂർവേഷ്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണ പൂർവേഷ്യയിലെത്തി. 1943 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ബെർലിനിൽ ആഘോഷിച്ചു. ബെർലിൻ ജർമ്മനിയിലാണ്, നമുക്കറിയാം അല്ലെ. 1941 ഇദ്ദേഹം വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടു. ആദ്യം പെഷവാറിലെത്തി, പിന്നെ സോവിയറ്റ് യൂണിയനിലെത്തി, അത് കഴിഞ്ഞ് ജർമ്മനിയിലെത്തി. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ട ദക്ഷിണ പൂർവേഷ്യയിലെത്തി. 1943 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എവിടെ ആഘോഷിച്ചു? ബെർലിനിൽ ആഘോഷിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ബെർലിനിൽ ആഘോഷിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലാണ്. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറന്നുപോകല്ലേ. ഓക്കെ അല്ലേ? അപ്പൊ 1941 ബ്രിട്ടീഷുകാർക്ക് പ്രവർത്തിക്കുവാൻ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തുക. 1943 ദക്ഷിണ പൂർവേഷ്യയിലെത്തി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏകീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. തുടർന്ന് ആൾക്കാരെ ഏകീകരിച്ചതിന് ശേഷം 1943 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം എവിടെ ആഘോഷിച്ചു? ബെർലിനിൽ ആഘോഷിച്ചു. ഇനിയുമുണ്ട് ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പായിട്ട് ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷണങ്ങളോട് നമുക്ക് ഓർത്തു വെക്കാം. വിശേഷണങ്ങൾ എന്തൊക്കെ? ദേശ് നായക് എന്നറിയപ്പെടുന്നു, നേതാജി എന്നറിയപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. ഓക്കെ, അപ്പോ എന്തൊക്കെയാ വിശേഷണങ്ങള്? ദേശ് നായക്, നേതാജി, ദേശസ്നേഹികളുടെ രാജകുമാരൻ. സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണെന്നും ഈ അവസരത്തിൽ ദയവായി ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പകുതി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചെറിയ ക്ലാസ് ആണ് ഇന്നത്തേത്, പക്ഷേ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഇത്രയും സെറ്റാക്കിയതിന് ശേഷം മാത്രം തുടർന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചത് സുഭാഷ് ചന്ദ്രബോസ് പ്രധാനമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്ത സംഭാവനകൾ. അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് സായുധ വിപ്ലവത്തിലൂടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യങ്ങൾ. ഓക്കെ, ഇന്ന് ചെറിയൊരു ക്ലാസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പൂർണ്ണമായി റിവിഷൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനം. സുഭാഷ് ചന്ദ്രബോസ് ജനനം 1897 ജനുവരി 23. അതുകൊണ്ട് തന്നെ ജനുവരി 23 നമ്മൾ ദേശസ്നേഹ ദിനമെന്നും പരാക്രമ ദിവസം കണക്കാക്കുന്നു. ജന്മസ്ഥലം ഒഡീഷയിലെ കട്ടക്. 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ആഹ്വാന പ്രകാരം ഇദ്ദേഹം 1921 ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ യാദൃച്ഛികമായി 1922 ഫെബ്രുവരി മാസം 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും ചൗരിചൗര സംഭവത്തെ തുടർന്ന് ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തമെന്ന് ആര് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് അല്ലെ. 1927 ബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മാറി. കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്ന CR ദാസ് ആണ്. 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചു. ഡൗട്ട് ഉണ്ടാവരുത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1934 അത് ജയപ്രകാശ് നാരായണനായിരുന്നു കേട്ടോ. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന സമ്മേളനത്തിൽ ഇദ്ദേഹം അധ്യക്ഷനായിട്ട് മാറി. 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വീണ്ടും അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ മത്സരമുണ്ടായി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച പട്ടാഭി സീതാരാമയ്യയുമായി അവിടെ പട്ടാഭി സീതാരാമയ്യ പരാജയപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. എങ്കിലും അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാകുമെന്നൊരു സാധ്യതയുണ്ട്. തന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങും എന്നൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സുഭാഷ് ചന്ദ്രബോസ് 1939 തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. മനസ്സിലുണ്ടാവണം, ഫോർവേഡ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവായ CR ദാസാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ്. ഏത് വർഷം? 1939. 1941 മാർച്ച് മാസം ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. വീട്ടുതടങ്കലിൽ നിന്ന് പെഷവാറിലേക്ക് രക്ഷപ്പെട്ടപ്പോഴ സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ചിരുന്ന പേരായിരുന്നു മൗലവി സിയാദ്. പെഷവാറിൽ നിന്ന് അദ്ദേഹം വീണ്ടും സോവിയറ്റ് യൂണിയനിലേക്ക് കിടക്കുകയാണ്. ഈ കാലഘട്ടത്ത് രണ്ടാം ലോകമായതും നടക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയും ബ്രിട്ടീഷുകാർക്ക് പ്രവർത്തിക്കുക എന്നാണ് ലക്ഷ്യം. ഒളിവ് യാത്രകളിൽ സ്വീകരിച്ചിരുന്ന പേരാണ് സിഞ്ഞോർ ഓർലാൻഡോ മസോട്ട. PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. തുടർന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് 1941 ജർമ്മനിയിലെത്തി. 1943 ദക്ഷിണ പൂർവേഷ്യയിലെത്തി. 1943 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ജർമ്മനിയിലെ ജർമ്മൻ നഗരമായ ബെർലിനിൽ ആഘോഷിച്ചു. ഓക്കെ. വിശേഷണങ്ങൾ ദേശ് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേശ് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നു. മറക്കില്ലല്ലോ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയുമായിരുന്നു. അപ്പോ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാന പ്രത്യക്ഷ സായുധ സമരം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ ആർമിയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും ഒക്കെ പഠിച്ചുറപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും മനസ്സിലാക്കി വരിക. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സായുധ വിപ്ലവത്തിന്റെ കഥ അടുത്ത ക്ലാസ്. ബൈ.